ഹായ് ഫ്രണ്ട്സ്, വലിയ പഠനങ്ങൾക്കും വിലയിരുത്തലുകൾക്കും ശേഷമായിരിക്കും വലിയ മ്യൂച്വൽ ഫണ്ട് ഹൗസുകൾ നിക്ഷേപങ്ങൾ നടത്തുക. അവർ നന്നായിട്ട് റിസർച്ച് ചെയ്തുകൊണ്ടാണ് സ്റ്റോക്കുകൾ ഇൻവെസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത്തരം നിക്ഷേപകരുള്ള ഒരു സ്റ്റോക്കിൽ ഇൻവെസ്റ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം നല്ല ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുന്ന ഒരു ഘടകമായിരിക്കും അത്. അപ്പോൾ നമ്മളൊരു ഡാറ്റ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ 100-ലധികം മ്യൂച്വൽ ഫണ്ടുകൾ ഹോൾഡ് ചെയ്യുന്ന 171-ലധികം സ്റ്റോക്കുകൾ നമുക്ക് ലിസ്റ്റ് ചെയ്തിട്ട് കാണാൻ കഴിയും. കഴിഞ്ഞ ഒരു 6 മാസം, അതായത് മാർച്ച് 24 മുതൽ ഓഗസ്റ്റ് 24 വരെയുള്ള ഒരു കാലയളവിൽ 58% മുതൽ 97% വരെ റിട്ടേൺ നൽകിയിട്ടുള്ള 10 സ്റ്റോക്കുകളെ കുറിച്ചുള്ള വിവരങ്ങളാണ് നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്നത്. അപ്പോൾ 2024 ഓഗസ്റ്റ് വരെയുള്ള ട്രെൻഡ് ലൈൻ വെബ്സൈറ്റിലുള്ള വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഈ സ്റ്റോക്കുകളെ കുറിച്ച് ഇവിടെ സംസാരിക്കുന്നത്. വാർഫറയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ആദ്യത്തെ സ്റ്റോക്ക് സംവർദ്ധന മദേഴ്സൺ ഇന്റർനാഷണൽ എന്ന് പറയുന്ന സ്റ്റോക്കാണ്. ഇന്ത്യയിലെ ലാർജസ്റ്റ് ഓട്ടോമോട്ടീവ് കമ്പോണന്റ് നിർമ്മാതാക്കളായിട്ടുള്ള ഇവർ വേൾഡിലെ തന്നെ ലാർജസ്റ്റ് എക്സ്റ്റീരിയർ റിയർ വ്യൂ മിറർ നിർമ്മാതാക്കൾ കൂടിയാണ്. പോളിമർ ബേസ്ഡ് എക്സ്റ്റീരിയറും ഇന്റീരിയറും അതിൻ്റെ ഒരു മൊഡ്യൂൾസും ഒക്കെ ഓട്ടോമോട്ടീവ് കമ്പനികൾക്ക് വേണ്ടി നിർമ്മിക്കുന്ന ഇവർ ആ ഒരു രംഗത്തുള്ള ഒരു ലീഡിംഗ് പ്ലെയർ കൂടിയാണ്. കഴിഞ്ഞ 6 മാസം ഈ സ്റ്റോക്ക് നൽകിയിട്ടുള്ള റിട്ടേൺ എന്ന് പറയുന്നത് 75.97% ആണ്. മ്യൂച്വൽ ഫണ്ട് ഹൗസുകൾ ഏകദേശം 14% ആണ് ഈ സ്റ്റോക്കിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ 2024 മാർച്ച് മുതൽ 2024 ഓഗസ്റ്റ് വരെയുള്ള ഒരു ഡാറ്റ നോക്കിക്കഴിഞ്ഞാൽ 209 മ്യൂച്വൽ ഫണ്ടുകൾ 2024 മാർച്ചിൽ ഉണ്ടായിരുന്ന സ്ഥാനത്ത് ഇപ്പോൾ അത് ഓഗസ്റ്റ് മാസം നോക്കുമ്പോൾ 256 വർദ്ധിച്ചതായിട്ട് കാണാം. അപ്പോൾ നമ്പർ ഓഫ് മ്യൂച്വൽ ഫണ്ടുകൾ ഇതിൽ കൂടി വരുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ പ്രധാനപ്പെട്ട AMCകൾ നോക്കുകയാണെങ്കിൽ മോട്ടിലാൽ ഓസ്വാൾ, SBI AMC, അതുപോലെ ICICI Prudential, DSP AMC, അതുപോലെ ആദിത്യ ബിർള സൺ ലൈഫ് തുടങ്ങിയിട്ടുള്ള ലീഡിംഗ് മ്യൂച്വൽ ഫണ്ട് ഹൗസുകളാണ് ഇവരുടെ ടോപ്പ് ഹോൾഡിങ്സ്. അപ്പോൾ മൊത്തത്തിൽ മ്യൂച്വൽ ഫണ്ടുകൾ ഈ സ്റ്റോക്കിൽ ഇൻവെസ്റ്റ് ചെയ്ത എമൗണ്ട് നോക്കുകയാണെങ്കിൽ ഏകദേശം 19,000 കോടി രൂപയ്ക്ക് അടുത്ത് വരും. ഈ സ്റ്റോക്കിൻ്റെ PE ഇപ്പോൾ 43.2 ആണ്. ഇൻഡസ്ട്രി PE 33.1 ആണ്. മീഡിയൻ PE 44.4 ആണ്. അപ്പോൾ മീഡിയൻ PEയോട് ചുറ്റിപ്പറ്റിയാണ് ഇപ്പോൾ സ്റ്റോക്ക് ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഏതായാലും ഇൻഡസ്ട്രി PEയോട് ഇനിയും എത്തിയിട്ടില്ല. എങ്കിലും കഴിഞ്ഞ ഒരു വർഷത്തെ മീഡിയം PEയോട് ചുറ്റിപ്പറ്റി ട്രേഡ് ചെയ്യുന്നു എന്നുള്ള നിലക്ക് ഈ സ്റ്റോക്ക് വളരെ നല്ലൊരു വാല്യുവേഷനിലാണ് ഇപ്പോൾ നിൽക്കുന്നത് നമുക്ക് പറയാൻ പറ്റും. രണ്ടാമത്തെ സ്റ്റോക്ക് ട്രെൻഡ് ലിമിറ്റഡ് ആണ്. ഇവർ പ്രധാനമായിട്ടും അപ്പാരൽസ്, അതുപോലെ ഫുട്വെയർസ്, ആക്സറീസ്, ടോയ്സ്, ഗെയിംസ്, ഫുഡ്, ഗ്രോസറി, നോൺ ഫുഡ് പ്രോഡക്ട്സ് തുടങ്ങിയിട്ടുള്ള റീറ്റെയിൽ ഫോർമാറ്റിലുള്ള ഒരു ചെയിൻ സ്റ്റോറാണ്. ഇത് ടാറ്റ ഗ്രൂപ്പിന്റെ ഒരു പ്രസ്റ്റീജിയസ് ആയിട്ടുള്ള ഒരു കമ്പനിയാണ്. കഴിഞ്ഞ 6 മാസം ഈ സ്റ്റോക്ക് നൽകിയ റിട്ടേൺ എന്ന് പറയുന്നത് 87.17% ആണ്. മ്യൂച്വൽ ഫണ്ട് ഹൗസുകൾ 8.5% ഈ സ്റ്റോക്കിൽ ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് കാണാം. 2024 മാർച്ച് മുതൽ 2024 ഓഗസ്റ്റ് വരെയുള്ള ഡാറ്റ നോക്കിക്കഴിഞ്ഞാൽ മ്യൂച്വൽ ഫണ്ട് ഹൗസുകളുടെ എണ്ണം 222-ൽ നിന്ന് 245 ഉയർന്നതായിട്ട് കാണാം. ആക്സിസ് AMC, കൊഡാക് AMC, മോട്ടിലാൽ ഓസ്വാൾ AMC, SBI AMC, അതുപോലെ PGIM AMC തുടങ്ങിയ മ്യൂച്വൽ ഫണ്ട് ഹൗസുകൾ ഇതിൽ പ്രധാനപ്പെട്ട ഹോൾഡിംഗ് ഉള്ളതായിട്ട് നമുക്ക് കാണാൻ പറ്റും. ഇപ്പോൾ മൊത്തത്തിൽ മ്യൂച്വൽ ഫണ്ട് ഹൗസുകൾ ഇതിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ളത് 21,631 കോടി രൂപയാണ്. ഈ സ്റ്റോക്കിന്റെ PE റേഷ്യോ ഇപ്പോൾ 212 എന്നുള്ള വളരെ ഹൈ ആയിട്ടുള്ള ഒരു PEയിലാണ് നമുക്ക് കാണാൻ കഴിയുക. ഇൻഡസ്ട്രി PE ആണെങ്കിൽ 64.4 മാത്രമേ ഉള്ളൂ. എന്നാൽ ഈ സ്റ്റോക്കിന്റെ ഒരു വർഷത്തെ മീഡിയൻ PE എന്ന് പറയുന്നത് 178 എന്നുള്ള ഒരു മീഡിയൻ PE ആണ് നമുക്ക് കാണാൻ കഴിയുക. അപ്പോൾ അറ്റ്ലീസ്റ്റ് ഈ സ്റ്റോക്ക് ഒരു മീഡിയൻ PEയുടെ അടുത്തെങ്കിലും എത്തിയാൽ മാത്രമേ ഒരു ബെസ്റ്റ് ബൈ പ്രൈസ് എന്ന് നമുക്ക് പറയാൻ പറ്റുള്ളൂ. അടുത്ത സ്റ്റോക്ക് ഡിവിസ് ലബോറട്ടറീസ് ആണ്. അപ്പോൾ ഡിവിസ് ലബോറട്ടറീസ് പ്രധാനമായിട്ടും ഫാർമസ്യൂട്ടിക്കൽ മാനുഫാക്ചറിംഗ് രംഗത്തുള്ള ഈ കമ്പനി API എക്സ്പോർട്ട്, ഇന്റർമീഡിയറ്റ്സ്, അതുപോലെ ന്യൂട്രാസ്യൂട്ടിക്കൽ ഇൻഗ്രീഡിയൻസ് ഒക്കെ എക്സ്പോർട്ട് ചെയ്യുന്ന പ്രധാനപ്പെട്ട ഒരു ഫാർമസ്യൂട്ടിക്കൽ കമ്പനിയാണ്. 58.37% ആണ് കഴിഞ്ഞ 6 മാസം ഈ സ്റ്റോക്ക് നൽകിയിട്ടുള്ള റിട്ടേൺ. മ്യൂച്വൽ ഫണ്ട് ഹൗസുകൾ ഏകദേശം 13% ഈ സ്റ്റോക്കിൽ ഹോൾഡ് ചെയ്യുന്നുണ്ട്. കഴിഞ്ഞ 6 മാസത്തെ ഡാറ്റ നോക്കിക്കഴിഞ്ഞാൽ 210 എന്ന ലെവലിൽ നിന്ന് മ്യൂച്വൽ ഫണ്ട് ഹൗസുകളുടെ എണ്ണം 231 എന്ന ലെവലിലേക്ക് വർദ്ധിച്ചതായിട്ട് കാണാം. പ്രധാനപ്പെട്ട മ്യൂച്വൽ ഫണ്ടുകൾ നല്ല ഹോൾഡിംഗ് ഉള്ളത് ഒന്ന് ക്വാണ്ട് മ്യൂച്വൽ ഫണ്ട് ഹൗസ്, അതുപോലെ SBI മ്യൂച്വൽ ഫണ്ട് ഹൗസ്, നിപ്പോൺ ഇന്ത്യ മ്യൂച്വൽ ഫണ്ട് ഹൗസ്, ബജാജ് ഫിൻസർവ്, അതുപോലെ ആക്സിസ് മ്യൂച്വൽ ഫണ്ട് ഹൗസ്. ഇവരൊക്കെയാണ് പ്രധാനമായിട്ടും ലീഡിംഗ് ആയിട്ട് നമുക്ക് ഇതിൽ കാണാൻ കഴിയുക. ഈ സ്റ്റോക്കിന്റെ PE റേഷ്യോ ഇപ്പോൾ 86.4 എന്നുള്ള PE റേഷ്യോയിലാണ്. ഇൻഡസ്ട്രി PE 37.8 മാത്രമേ ഉള്ളൂ. ഈ സ്റ്റോക്കിന്റെ 1 ഇയർ PE റേഷ്യോ 52% ആണ്. അപ്പോൾ ഈ 52-ലേക്കെങ്കിലും ഈ സ്റ്റോക്ക് താഴോട്ട് വന്നാലാണ് നല്ലൊരു ബൈങ് ഓപ്പർച്യൂണിറ്റി ആയിട്ട് നമുക്ക് കാണാൻ കഴിയും. മൊത്തം മ്യൂച്വൽ ഫണ്ടുകൾ ഈ സ്റ്റോക്കിൽ ഏകദേശം 17,295 കോടിയോളം ഇൻവെസ്റ്റ് ചെയ്തതായിട്ട് നമുക്ക് കാണാൻ പറ്റും. അടുത്ത സ്റ്റോക്ക് ഡിക്സോൺ ടെക്നോളജീസ് ഇന്ത്യയാണ്. ഇലക്ട്രോണിക് മാനുഫാക്ചറിംഗ് സർവീസ് രംഗത്ത് EMS എന്ന് ഷോർട്ട് ഫോമിൽ പറയുന്ന ഈ ഒരു മാനുഫാക്ചറിംഗ് രംഗത്ത് ഇവർ പ്രധാനമായിട്ടും ബ്രാൻഡുകൾക്ക് പിന്നിൽ പ്രവർത്തിക്കുന്ന കമ്പനിയാണ്. ബ്രാൻഡുകൾക്ക് ആവശ്യമായിട്ടുള്ള ഇപ്പോൾ ഇലക്ട്രോണിക്സ്, ലൈറ്റിംഗ്, ഹോം അപ്ലയൻസസ്,
ക്ലോസ് സർക്യൂട്ട് ടെലിവിഷൻ, ക്യാമറാസ്, മൊബൈൽ ഫോൺസ് തുടങ്ങിയവ നിർമ്മിക്കുന്ന കമ്പനിയാണ് ഡിക്സോൺ ടെക്നോളജീസ്. മ്യൂച്വൽ ഫണ്ട് ഹൗസുകൾ ഏകദേശം 18% ഹോൾഡിംഗ് ആണ് ഈ സ്റ്റോക്കിലുള്ളത്. മ്യൂച്വൽ ഫണ്ട് ഹൗസുകളുടെ എണ്ണം മാർച്ച് മാസം മുതൽ ഓഗസ്റ്റ് മാസം വരെ നോക്കിക്കഴിഞ്ഞാൽ 150 നിന്ന് 214 ഉയർന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. കനറ റൊബാക്കോ മ്യൂച്വൽ ഫണ്ട്, HSBC മ്യൂച്വൽ ഫണ്ട്, SBI മ്യൂച്വൽ ഫണ്ട്, മോട്ടിലാൽ ഓസ്വാൾ മ്യൂച്വൽ ഫണ്ട്, അതുപോലെ ബന്ധൻ ബാങ്ക് തുടങ്ങിയുള്ള AMCകൾ ഇതിൽ ലീഡിംഗ് ആയിട്ട് നമുക്ക് ഹോൾഡിംഗ് ഉള്ളതായിട്ട് കാണാൻ പറ്റും. അപ്പോൾ മൊത്തത്തിൽ ഈ മ്യൂച്വൽ ഫണ്ട് ഹൗസുകൾ ഏകദേശം 12,946 കോടി രൂപ ഈ സ്റ്റോക്കിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ട് കാണാൻ പറ്റും. ഈ സ്റ്റോക്കിൻ്റെ PE റേഷ്യോ ഇപ്പോൾ 194 എന്നുള്ള ഒരു ഹൈ PEയിലാണ് നമുക്ക് കാണാൻ കഴിയുക. ഇൻഡസ്ട്രി PE ആണെങ്കിൽ 39.8 മാത്രമേ ഉള്ളൂ. മീഡിയൻ PE 125 മാത്രമേ ഉള്ളൂ. അപ്പോൾ ഒരു വർഷത്തെ ആ മീഡിയൻ PEയിലേക്ക് ഈ സ്റ്റോക്ക് വരികയാണെങ്കിൽ നല്ലൊരു ബൈ പ്രൈസ് ആയി നമുക്ക് ലഭിക്കുമെന്ന് തന്നെയാണ് തോന്നുന്നത്. അടുത്ത സ്റ്റോക്ക് വോൾട്ടാസ് ലിമിറ്റഡ് ആണ്. വോൾട്ടാസ് പ്രധാനമായിട്ടും അവർ എയർ കണ്ടീഷനിങ്, റെഫ്രിജറേഷൻ, ഇലക്ട്രോ മെക്കാനിക്കൽ പ്രോജക്ട്സ്, അതുപോലെ EPC കോൺട്രാക്റ്റുകളൊക്കെ ഏറ്റെടുക്കുന്ന ഡൊമസ്റ്റിക് ആയിട്ടും ഇന്റർനാഷണൽ ആയിട്ടും പ്രസൻസ് ഉള്ള കമ്പനിയാണ്. കഴിഞ്ഞ 6 മാസത്തെ ഒരു റിട്ടേൺ നോക്കിക്കഴിഞ്ഞാൽ 77.13% റിട്ടേൺ ഈ സ്റ്റോക്ക് നൽകിയതായിട്ട് കാണാം. മ്യൂച്വൽ ഫണ്ട് ഹൗസുകൾ ഏകദേശം 25% ഹോൾഡിംഗ് ഈ സ്റ്റോക്കിലുള്ളതായിട്ട് കാണാം. അപ്പോൾ 187 മ്യൂച്വൽ ഫണ്ടുകളാണ് ഓഗസ്റ്റ് മാസം ഉണ്ടായതെങ്കിൽ ഇപ്പോൾ അത് നമുക്ക് 213 മ്യൂച്വൽ ഫണ്ടുകളായിട്ട് ഉയർന്നതായിട്ട് കാണാം. ഇപ്പോൾ മോട്ടിലാൽ ഓസ്വാൾ ഫണ്ട് ഹൗസ്, അതുപോലെ SBI ഫണ്ട് ഹൗസ്, നിപ്പോൺ ഇന്ത്യ ഫണ്ട് ഹൗസ്, HSBC ഫണ്ട് ഹൗസ്, അതുപോലെ ഫ്രാങ്ക്ലിൻ ഇന്ത്യ തുടങ്ങിയിട്ടുള്ള ലീഡിംഗ് ഫണ്ട് ഹൗസുകളൊക്കെ ഇതിൽ ഇൻവെസ്റ്റ് ചെയ്തായിട്ട് കാണാം. അപ്പോൾ മൊത്തത്തിൽ ഈ മ്യൂച്വൽ ഫണ്ടുകളെല്ലാം കൂടിയിട്ട് 14,520 കോടി രൂപ ഇതിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഈ സ്റ്റോക്കിൻ്റെ PE റേഷ്യോ 141 എന്നുള്ള ഹൈ PEയിലാണ്. ഇൻഡസ്ട്രി PE 110 മാത്രമേ ഉള്ളൂ. മീഡിയൻ PE 68.8 അപ്പോൾ ഇതും വളരെയധികം ഓവർ വാല്യൂഡ് ആയിട്ടാണ് നമുക്ക് കാണാൻ കഴിയുക. അടുത്തത് വേദാന്ത ലിമിറ്റഡ് എന്ന് പറയുന്ന കമ്പനിയാണ്. ഇവർ പ്രധാനമായിട്ടും മൈനിങ് ആൻഡ് എക്സ്പ്ലോറിംഗ് മേഖലയിൽ പ്രവർത്തിക്കുന്ന ഓയിൽ ആൻഡ് ഗ്യാസ്, അതുപോലെ സിങ്ക്, ലെഡ്, സിൽവർ, കോപ്പർ, അലൂമിനിയം, അയൺ തുടങ്ങിയിട്ടുള്ള മിനറൽസിൻ്റെയൊക്കെ എക്സ്പ്ലോറേഷൻ നടത്തുന്ന ഇന്റർനാഷണലി പ്രസൻസ് ഉള്ള വലിയൊരു കമ്പനിയാണ് വേദാന്ത. അപ്പോൾ ഈ കമ്പനിയിൽ മ്യൂച്വൽ ഫണ്ട് ഹൗസുകൾ ഏകദേശം 6.72% ഹോൾഡിംഗ് ആണുള്ളത്. അത് 103 എണ്ണത്തിൽ നിന്ന് 190 കഴിഞ്ഞ ഓഗസ്റ്റ് മാസം വരെയുള്ള കണക്കുകളിൽ അത് വർദ്ധിച്ചതായിട്ട് നമുക്ക് കാണാൻ കഴിയും. കൊഡാക് മ്യൂച്വൽ ഫണ്ട്, അതുപോലെ ICICI പ്രൊഡൻഷ്യൽ മ്യൂച്വൽ ഫണ്ട്, നിപ്പോൺ ഇന്ത്യ മ്യൂച്വൽ ഫണ്ട്, മിറായ അസറ്റ് മ്യൂച്വൽ ഫണ്ട്, എഡിൽവൈസ് മ്യൂച്വൽ ഫണ്ട്, ഈ കമ്പനികളൊക്കെ ഈ സ്റ്റോക്കിൽ ലീഡിംഗ് ഇൻവെസ്റ്റ്മെൻ്റ് ഉള്ള കമ്പനികളാണ്. മ്യൂച്വൽ ഫണ്ടുകളുടെ കൈവശമുള്ള മൊത്തം ഓഹരികളുടെ മൂല്യം നോക്കിക്കഴിഞ്ഞാൽ 13,621 കോടി രൂപ ഇൻവെസ്റ്റ് ചെയ്തതായിട്ട് കാണാം. ഈ സ്റ്റോക്കിൻ്റെ PE 28, ഇൻഡസ്ട്രി PE 23 ആണ്. മീഡിയൻ PE 7.2 ആണ്. അപ്പോൾ വളരെയധികം അണ്ടർ വാല്യൂഡ് ആയി കിടന്ന ഒരു കമ്പനിയായിരുന്നു വേദാന്ത. പക്ഷേ ഈ അടുത്ത കാലത്ത് നല്ലൊരു റണ്ണപ്പ് ഈ സ്റ്റോക്കിൽ വന്നത് കാരണം ഇപ്പോൾ സ്ലൈറ്റ്ലി ഓവർ വാല്യൂഡ് ആയിട്ടാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അടുത്തത് ക്രോംപ്ടൺ ഗ്രീവ്സ് കൺസ്യൂമർ ഇലക്ട്രിക്കൽസ് ലിമിറ്റഡ് എന്ന് പറയുന്ന കമ്പനിയാണ്. ഇവർ പ്രധാനമായിട്ടും ഈ ലൈറ്റിംഗ്, അതുപോലെ ഇലക്ട്രിക്കൽ കൺസ്യൂമർ ഡ്യൂറബിൾസിൽ പ്രവർത്തിക്കുന്ന കമ്പനിയാണ്. ക്രോംപ്ടൺ എന്നുള്ള ബ്രാൻഡ് നെയിമിൽ ഇന്ത്യയിൽ നല്ല മാർക്കറ്റ് പ്രസൻസ് ഉള്ള ഒരു കമ്പനി കൂടിയാണ് ക്രോംപ്ടൺ ഗ്രീവ്സ്. 65% ഒരു റിട്ടേൺ ആണ് കഴിഞ്ഞ 6 മാസം ഈ സ്റ്റോക്ക് നൽകിയിട്ടുള്ളത്. മ്യൂച്വൽ ഫണ്ട് ഹൗസുകൾ ഏകദേശം 42% ഹോൾഡിംഗ് ഇതിലുണ്ട്. 166 എന്നുള്ള എണ്ണത്തിൽ നിന്ന് 176 അതിൻ്റെ എണ്ണം വർദ്ധിച്ചിട്ടുണ്ട്. മ്യൂച്വൽ ഫണ്ട് ഹൗസുകളുടെ എണ്ണം 176 വർദ്ധിച്ചതായിട്ട് നമുക്ക് ഇവിടെ കാണാൻ കഴിയും. കനറ റൊബാക്കോ മ്യൂച്വൽ ഫണ്ട്, അതുപോലെ ആക്സിസ് മ്യൂച്വൽ ഫണ്ട്, PGIM മ്യൂച്വൽ ഫണ്ട്, ഇൻവെസ്കോ ഇന്ത്യ, കൊഡാക് AMC തുടങ്ങിയ മ്യൂച്വൽ ഫണ്ട് ഹൗസുകളൊക്കെ ഇവരുടെ പ്രധാനപ്പെട്ട ഹോൾഡിംഗ് കാണാൻ കഴിയും. മ്യൂച്വൽ ഫണ്ടുകളുടെ കൈവശമുള്ള മൊത്തം ഓഹരികളുടെ ഒരു മൂല്യം നോക്കിക്കഴിഞ്ഞാൽ 12,378 കോടി രൂപ ഇതിൽ ഇൻവെസ്റ്റ് ചെയ്തായിട്ട് കാണാം. സ്റ്റോക്കിന്റെ PE ഇപ്പോൾ 61.5 ആണ്. ഇൻഡസ്ട്രി PE 92.3, മീഡിയൻ PE 40.1 എന്നുള്ള ലെവലാണ്. അപ്പോൾ ഈ സ്റ്റോക്ക് ഇൻഡസ്ട്രി PEയേക്കാൾ താഴെയാണ്. ഇൻഡസ്ട്രി PEയേക്കാൾ താഴെ നിൽക്കുന്നു എന്നുള്ളത് വളരെ ആശ്വാസകരമായ ഒരു കാര്യമാണ്. അടുത്തത് PB ഫിൻടെക് എന്ന് പറയുന്ന കമ്പനിയാണ്. ഈ കമ്പനി പോളിസി ബസാർ എന്നുള്ള ഒരു ബ്രാൻഡ് നെയിമിൽ നമ്മൾ അറിയപ്പെടുന്ന കമ്പനിയാണ്. ഇവർ പ്രധാനമായിട്ടും ഇൻഷുറൻസ് പ്രൊഡക്റ്റുകൾ ഓൺലൈൻ പ്ലാറ്റ്ഫോമിൽ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന കമ്പനിയാണ്. 70% റിട്ടേൺ ആണ് കഴിഞ്ഞ 6 മാസം ഈ സ്റ്റോക്ക് നൽകിയിട്ടുള്ളത്. മ്യൂച്വൽ ഫണ്ട് ഹൗസുകൾ 10.90% ഹോൾഡിംഗ് ഈ സ്റ്റോക്കിലുണ്ട്. കഴിഞ്ഞ മാർച്ചിൽ 133 മ്യൂച്വൽ ഫണ്ട് ഹൗസുകൾ ഉണ്ടായ സ്ഥാനത്ത് ഇപ്പോൾ 152 മ്യൂച്വൽ ഫണ്ട് ഹൗസുകൾ ഇതിൽ ഇൻവെസ്റ്റ് ചെയ്തതായിട്ട് കാണാം. SBI, മിറായ അസറ്റ്, ആക്സിസ്, അതുപോലെ HSBC, സുന്ദരം ഫിനാൻസ് തുടങ്ങിയിട്ടുള്ള മ്യൂച്വൽ ഫണ്ട് ഹൗസുകൾ നമുക്ക് ഇതിൽ പ്രധാനപ്പെട്ട ഹോൾഡിങ്ങിൽ കാണാൻ കഴിയും. മ്യൂച്വൽ ഫണ്ട് ഹൗസുകളുടെ കൈവശമുള്ള സ്റ്റോക്കുകളുടെ മൂല്യം നോക്കുകയാണെങ്കിൽ 10,119 കോടിയുടെ ഇൻവെസ്റ്റ്മെൻ്റ് ആണ് ഇതിലുള്ളത്. സ്റ്റോക്കിന്റെ PE ഇപ്പോൾ 860 എന്നുള്ള വളരെ അബ്നോർമൽ ആയിട്ടുള്ള ഒരു PE ആണ് നമുക്ക് കാണാൻ കഴിയുക. ഇൻഡസ്ട്രി PE ആണെങ്കിൽ 38.8 മാത്രമേ. അതുപോലെ ഒരു വർഷത്തെ മീഡിയൻ PEയും 880 എന്നുള്ള ഒരു ലെവലാണ് കാണാൻ കഴിയുന്നത്. അപ്പോൾ വളരെയധികം നമുക്ക് ഡൈജസ്റ്റീവ് ആവാത്ത ഒരു PE റേഷ്യോയിലാണ് ഈ സ്റ്റോക്ക് ഇപ്പോൾ നമുക്ക് കാണുന്നത്.
അത്രമാത്രം ഓവർ വാല്യൂഡ് ആയിട്ടാണ് ഈ സ്റ്റോക്ക് ഇപ്പോൾ നിൽക്കുന്നത്. അടുത്തത് ഗ്ലെൻമാർക്ക് ഫാർമസ്യൂട്ടിക്കൽസ് എന്ന് പറയുന്ന കമ്പനിയാണ്. അപ്പോൾ ഇവർ ഗ്ലോബലായിട്ട് ഒരു റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ് മേഖലയിൽ പ്രവർത്തിക്കുന്ന ഫാർമസ്യൂട്ടിക്കൽ രംഗത്തുള്ള കമ്പനിയാണ്. 80ഓളം രാജ്യങ്ങളിൽ പ്രസൻസ് ഉള്ള ഒരു കമ്പനി കൂടിയാണിത്. 70% മുകളിലുള്ള റിട്ടേൺ ആണ് കഴിഞ്ഞ 6 മാസം ഈ സ്റ്റോക്ക് ഇൻവെസ്റ്റേഴ്സ് നൽകിയത്. മ്യൂച്വൽ ഫണ്ട് ഹൗസുകൾ ഏകദേശം 10.92% ഹോൾഡിംഗ് ആണ് ഈ സ്റ്റോക്കിലുള്ളത്. അതായത് 93 മ്യൂച്വൽ ഫണ്ടുകൾ ഉണ്ടായിരുന്ന സ്ഥാനത്ത് ഇപ്പോൾ അത് 115 ഉയർന്നതായിട്ട് കാണാൻ കഴിയും. കൊട്ടാക്, അതുപോലെ ഇൻവെസ്കോ ഇന്ത്യ, ടാറ്റ, ആക്സിസ്, ജാം ഫൈനാൻഷ്യൽസ് തുടങ്ങിയുള്ള മ്യൂച്വൽ ഫണ്ട് ഹൗസുകളാണ് ഇവരുടെ ടോപ്പ് ഹോൾഡിങ്ങിൽ നമുക്ക് കാണാൻ കഴിയുക. മ്യൂച്വൽ ഫണ്ടുകളുടെ കൈവശമുള്ള സ്റ്റോക്കുകളുടെ മൊത്തത്തിലുള്ള മൂല്യം നോക്കിക്കഴിഞ്ഞാൽ 5507 കോടി രൂപ അവർ ഇതിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ PE റേഷ്യോ ഇപ്പോൾ നമുക്ക് മൈനസ് ആയിട്ടാണ് കാണാൻ കഴിയുക. കാരണം കഴിഞ്ഞ 2 വർഷം ഈ സ്റ്റോക്ക് ലോസിലാണ് ഉണ്ടായിരുന്നത്. ഇൻഡസ്ട്രി PE 39.4% ആണ്. മീഡിയൻ PE 15.2% ആണ്. അപ്പോൾ ഈ സ്റ്റോക്ക് അണ്ടർ വാല്യൂഡ് ആയി കിടക്കുന്ന ഒരു സ്റ്റോക്കാണ്. പക്ഷേ ഇപ്പോൾ നല്ല റണ്ണപ്പ് നടന്നുകൊണ്ടേയിരിക്കുകയാണ്. ഇവിടെ 10ാമത്തെ സ്റ്റോക്ക് ഇമാമി എന്ന് പറയുന്ന പേഴ്സണൽ കെയറും ഹെൽത്ത് കെയർ പ്രൊഡക്റ്റുകളുടെയും ഒക്കെ മേഖലയിൽ പ്രവർത്തിക്കുന്ന ഇമാമി എന്നുള്ള കൺസ്യൂമർ കമ്പനിയാണ്. ഇവരുടെ പ്രധാനപ്പെട്ട ബ്രാൻഡുകൾ നമുക്കറിയാവുന്ന ബോറോ പ്ലസ്, നവരത്ന, ഫെയർ ആൻഡ് ഹാൻസം, ജന്തു ബാം, കാഷ് കിങ്, ജന്തു, പഞ്ചാരിഷ്ട, മെന്തോ പ്ലസ് ബാം തുടങ്ങിയവ ഇവരുടെ പ്രധാനപ്പെട്ട ബ്രാൻഡുകളാണ്. കഴിഞ്ഞ 6 മാസം ഈ സ്റ്റോക്ക് നൽകിയ റിട്ടേൺ 76% ആണ്. മ്യൂച്വൽ ഫണ്ട് ഹൗസുകൾ 19.66% ഹോൾഡിംഗ് ഈ സ്റ്റോക്കിലുണ്ട്. 83 മ്യൂച്വൽ ഫണ്ടുകൾ ഉണ്ടായിരുന്ന സ്ഥാനത്ത് ഇപ്പോൾ അത് 101 വളർന്നതായിട്ട് കാണാം. സാംകോ, ബറോഡ, BNP പാരിബ, DSP, ബാങ്ക് ഓഫ് ഇന്ത്യ, മിറായ അസറ്റ് തുടങ്ങിയ മ്യൂച്വൽ ഫണ്ട് ഹൗസുകൾ ഈ സ്റ്റോക്കിലെ ടോപ്പ് ഹോൾഡിങ്ങിൽ നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ മൊത്തത്തിൽ മ്യൂച്വൽ ഫണ്ട് ഹൗസുകൾ ഇതിൽ 6851 കോടി രൂപ ഇൻവെസ്റ്റ് ചെയ്തിട്ട് കാണാം. സ്റ്റോക്കിൻ്റെ PE ഇപ്പോൾ 44.1 ആണ്. ഇൻഡസ്ട്രി PE 48.4 ആണ്. ഇൻഡസ്ട്രി PEയേക്കാൾ താഴെയാണ് സ്റ്റോക്കിൻ്റെ PE. എന്നാൽ മീഡിയൻ PE ആയിട്ടുള്ള 32.5ൻ്റെ മുകളിലാണ് ഇപ്പോൾ സ്റ്റോക്ക് നിൽക്കുന്നത്. അപ്പോൾ ഈ സ്റ്റോക്ക് ഇൻഡസ്ട്രി PEയേക്കാൾ താഴെ നിൽക്കുന്നു എന്നുള്ളത് വളരെ ആശ്വാസകരമായ മറ്റൊരു കാര്യമാണ്. അപ്പോൾ ഇവിടെ പരാമർശിച്ച ഈ സ്റ്റോക്കുകൾ നമ്മൾ മ്യൂച്വൽ ഫണ്ട് ഹൗസുകൾ ഒരു സ്റ്റോക്കിൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ PE ഒക്കെ എത്രമാത്രം ഉയർന്നുണ്ട് എന്നുള്ളത് കൂടി ഒരു ലേണിംഗ് പോയിന്റ് ഇതിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അപ്പോൾ അത്രമാത്രം ഡിമാൻഡ് ആ സ്റ്റോക്കിൽ വർദ്ധിക്കുകയാണ്. കാരണം മ്യൂച്വൽ ഫണ്ട് ഹൗസുകൾ പൊതുവേ ലോങ് ടേം ഇൻവെസ്റ്റ് ചെയ്യുന്നവരായിരിക്കും. ഫോറിൻ ഇൻവെസ്റ്റേഴ്സ് ആണെങ്കിൽ അവർ ഷോർട്ട് ടേം, മീഡിയം ടേം ഒക്കെ ആയിരിക്കും. അതുകൊണ്ട് തന്നെ മ്യൂച്വൽ ഫണ്ട് ഹൗസുകളുടെ ഇൻവെസ്റ്റ്മെൻറ്റ് ഒരു സ്റ്റോക്കിൽ ഇത്രമാത്രം വർദ്ധിക്കുന്നോ അത് ഇൻവെസ്റ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം അതൊരു പോസിറ്റീവ് സെൻറ്റിമെൻറ്റ് സൃഷ്ടിക്കുകയും നല്ല വില കൊടുത്ത് ആ സ്റ്റോക്കുകളിൽ എൻ്റർ ചെയ്യാൻ ഇൻവെസ്റ്റർ തയ്യാറാകുകയും ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഇതിൻ്റെയൊക്കെ PE മൾട്ടിപ്പിൾ ഇത്രമാത്രം ഉയർന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നത്. ഈ ഒരു ഡാറ്റ നിങ്ങളുടെ ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷന് വേണ്ടി സഹായിക്കും എന്ന പ്രതീക്ഷയോടെ നിർത്തുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്. സീ യു നെക്സ്റ്റ് ടൈം വിത്ത് അനദർ വീഡിയോ.